എല്ലാ കൂട്ടുകാർക്കും സ്റ്റഡി ചിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1000-ൽ നിന്ന് ഒരു സംഖ്യ കുറക്കാനുള്ള എളുപ്പവഴിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് സബ്സ്ട്രാക്ഷൻ്റെ ഈസി ട്രിക്ക് ഫ്രം 1000 മൈനസ് 257 എന്നുള്ള നമ്പർ. അതായത് നമ്മൾ ഇത് ശരിക്കുള്ള മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, ബാലൻസ് എടുത്ത് കടമെടുത്തിട്ട് ചെയ്യാനാണ് അല്ലേ. 0-ൽ നിന്ന് 7 പോകില്ല. അപ്പോൾ ഇവിടുന്ന് ഈ 1 ഒന്ന് കടം ചോദിക്കുമല്ലേ, ഇവിടെയൊക്കെ 0 ആണ്. അപ്പോൾ ഇവിടുന്ന് ഒന്നും പോയില്ല. അപ്പോൾ ഈ 1 ഇവിടുന്ന് ഒന്ന് കൊടുക്കുമ്പോൾ ഇത് 10 മാറും. ഇതെന്തായി, ഇത് 9 മാറും. അങ്ങനെയാണല്ലോ. അപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റത്തെ നമ്പറിനെ 10-ൽ നിന്നും, രണ്ടാമത്തെ നമ്പറിനെ 9-ൽ നിന്നും, മൂന്നാമത്തെ നമ്പറിനെ 9-ൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പോൾ ഈ 1000 എന്നുള്ളതിനെ നമ്മൾ 10, 9, 9 എന്നാക്കി എഴുതുക. അപ്പോൾ 257 ആണ് നമുക്ക് മൈനസ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റത്തെ നമ്പറിനെ 10-ൽ നിന്നും, രണ്ടാമത്തെ നമ്പറിനെ 9-ൽ നിന്നും, മൂന്നാമത്തെ നമ്പറിനെ 9-ൽ നിന്നും. ഏത് സംഖ്യ, അതായത് 1000 എന്നുള്ളതിൽ നിന്ന് മൈനസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നമ്പറിനെ 10-ൽ നിന്ന് മൈനസ് ചെയ്യുക. 10-ൽ നിന്ന് 7 പോയാൽ എത്രയാണ്, 3 അല്ലേ. 9-ൽ നിന്ന് 5 പോയാൽ 4, 9-ൽ 2 പോയാൽ 7. ഇപ്പോൾ 743 എന്നാണ് ആൻസർ. ഈ ഫസ്റ്റത്തെ നമ്പർ ഇതിനെ നമ്മൾ 10-ൽ നിന്ന് മൈനസ് ചെയ്യുക. രണ്ടാമത്തെ നമ്പറിന് 9-ൽ നിന്ന്, മൂന്നാമത്തെ നമ്പറും 9, അതായത് 1000-ൻ്റെ കേസിലാണ്. അപ്പോൾ 10-ൽ നിന്ന് മൈനസ് ചെയ്യുക, രണ്ടാമത്തെ നമ്പറിന് 9-ൽ നിന്ന്, മൂന്നാമത്തെ നമ്പറിന് 9-ൽ നിന്ന്. 1000-ൽ നിന്ന് ഏത് നമ്പർ മൈനസ് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അനദർ എക്സാമ്പിൾ 1000 മൈനസ് 876 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ നമ്പറിനെ 10-ൽ നിന്നും, രണ്ടാമത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും 9-ൽ നിന്ന് മൈനസ് ചെയ്യുക. 10 മൈനസ് 6 എത്രയാണ്, 4, 9 മൈനസ് 7 2, 9 മൈനസ് 8 1, 124 എന്ന ആൻസർ കിട്ടും. സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യൻ 1000 മൈനസ് 387, ഇതിൽ നിന്ന് 387 കുറക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയില്ലേ, ഇവിടെ എന്താണ് 0 എന്ന് പോകില്ല. അപ്പോൾ ബാലൻസ് എടുക്കില്ലേ, ഈ 1 നിന്ന് കടം എടുക്കുമ്പോൾ ഈ 1 പോയിട്ട് 0-ൻ്റെ അടുത്ത് നിന്ന് ഇത് 10 ആകില്ലേ. അതിന് പകരം നമ്മളെന്താണ് ഇങ്ങനെ വീണ്ടും ഇവിടെയും എന്താവും, ഇവിടുന്ന് ഇത് 9 ആയിട്ടുണ്ടാവും, ഇത് 9 ആയിട്ടുണ്ടാവും. അതായത് നമ്മളെന്താണ് ഈസി മെത്തേഡ് എന്താണ്, ഈ 1000 എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമുക്ക് ഏത് നമ്പർ 1000-ൽ നിന്ന് ഏത് നമ്പർ മൈനസ് ചെയ്യാനും, 1000-ൽ നിന്ന് ഏത് നമ്പർ മൈനസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ നമ്പറിനെ ആദ്യത്തെ നമ്പറിനെ 10-ൽ നിന്നും, രണ്ടാമത്തേതും മൂന്നാമത്തെ നമ്പറിനെ 9-ൽ നിന്നും മൈനസ് ചെയ്യുക. അതായത് നമ്മുടെ നമ്പർ 387 എന്നുള്ളതിനെ നമ്മൾ ആദ്യം 10-ൽ നിന്നും ലാസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുക. 10-ൽ നിന്ന് 7 പോയാൽ എത്രയാണ്, 3 അല്ലേ, 3. 9-ൽ നിന്ന് 8 പോയാൽ 1, 9-ൽ നിന്ന് 3 പോയാൽ 6. അപ്പോൾ 613, 613 ആണ് നമ്മുടെ ആൻസർ വരിക. ഇതേ നമ്പർ തന്നെ നമ്മൾ ഏതാണ്, നമ്മുടെ 1000 മൈനസ് 387 നമ്മളെങ്ങനെ കടമെടുത്ത് ചെയ്യൽ എങ്ങനെയാണ് അല്ലേ. ഈ 0-ന്ന് 7 പോകില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത ആളിൽ നിന്ന് കടം ചോദിക്കും. അപ്പോൾ അയാളെടുത്തും ഇല്ല, 0 ആണ്. അതിൻ്റെ അടുത്ത ആളെടുത്ത് നിന്ന് കടം ചോദിക്കും, അതും 0 ആണ് അല്ലേ. പിന്നെ നെക്സ്റ്റ് അടുത്ത ആളാണ് 1 അല്ലേ. അപ്പോൾ ഈ 1 എന്ത് ചെയ്യും, ഇതിന് കടം കൊടുക്കുമ്പോൾ ഇത് 10 ആകും. ഈ 10 ഇതിന് കടം കൊടുക്കുമ്പോൾ ഈ 0-ൻ്റെ അടുത്ത് പോയിട്ട് ഈ 1 പോയി നിൽക്കും അല്ലേ. ഇതെന്താ, ഇത് 9 ആകും അല്ലേ. വീണ്ടും എന്ത് സംഭവിക്കും, ഈ 10 ഇതിനൊന്ന് കടം കൊടുക്കുമ്പോൾ ഈ 0-ൻ്റെ അടുത്ത് പോയിട്ട് ഈ 1 പോയി നിൽക്കും. ഈ 10 എന്താവും, 1 കൊടുത്തത് കൊണ്ട് 9 ആകും അല്ലേ, 1 പോയില്ലേ. അപ്പോൾ 10-ൽ നിന്നും 7 പോയാൽ എത്രയാണ്, 3. 9-ൽ നിന്നും 8 പോയാൽ 1, 9-ൽ നിന്നും 3 പോയാൽ 6, 613. സെയിം ആൻസർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കടം ചോദിക്കുന്നത്, അതായത് ബോറോ എടുക്കുന്ന മെത്തേഡ് ടഫായിട്ട് തോന്നുന്നവർക്ക് മാത്രം. ആക്ച്വലി നമ്മൾ ഈ മെത്തേഡിലൂടെ തന്നെ ചെയ്ത് പഠിക്കണം. ഈ ആൻസർ ചെക്ക് ചെയ്യാൻ എന്താണ്, നമ്മൾ 1000 ആണ് നമ്പറെങ്കിൽ, അല്ലെങ്കിൽ 0 ഉള്ള നമ്പർ ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു മെത്തേഡ്. ഇനി 2 ഡിജിറ്റുള്ള നമ്പർ ആണെങ്കിൽ, 2 അക്ക സംഖ്യ ആണെങ്കിൽ എന്താണ്, 10, ലാസ്റ്റ് നമ്പർ 10ഉം 9ഉം എടുത്താൽ മതി. അതേ സെയിം മെത്തേഡിലല്ലേ നമ്മളിപ്പോൾ ചെയ്തത്. 613 ആയിരുന്നു ആൻസർ അല്ലേ. ലാസ്റ്റ് നമ്പറിനെ 10-ൽ നിന്നും, സെക്കൻഡ് നമ്പർ തേർഡ് നമ്പർ എന്താണ് 9 അല്ലേ. സെക്കൻഡ് നമ്പർ തേർഡ് നമ്പറും 9-ൽ നിന്ന് മൈനസ് ചെയ്യുക. ലാസ്റ്റ് നമ്പർ 10-ൽ നിന്ന് മൈനസ് ചെയ്യുക. 10, 9, 9 നിന്ന് മൈനസ് ചെയ്താൽ മതി. 1000 എന്നുള്ള ഏത് നമ്പർ ആയാലും നമ്മൾ ലാസ്റ്റ് നമ്പറിനെ 10-ൽ നിന്നും, സെക്കൻഡ് നമ്പറും തേർഡ് നമ്പറും 9-ൽ നിന്നും മൈനസ് ചെയ്യുക. സപ്പോസ് നമ്മുടെ നമ്പർ 100 മൈനസ് 88 ആണെങ്കിൽ, അതായത് 1000 അല്ല, 1000-ൽ നിന്നല്ല, 100-ൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മൈനസ് ചെയ്താൽ മതി അല്ലേ. ആദ്യത്തെ നമ്പറിനെ 10-ൽ നിന്നും, രണ്ടാമത്തെ നമ്പർ 9-ൽ നിന്നും. 2 നമ്പറല്ലേ ഉള്ളൂ, 2 ഡിജിറ്റ് നമ്പേഴ്സാണ്, 2 അക്ക സംഖ്യയാണ്. അപ്പോൾ ഞാൻ 2 ഡിജിറ്റ് എടുത്താൽ മതി. ഇവിടെ നമ്മൾ 3 നമ്പേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ ഫസ്റ്റ് നമ്പർ 10-ൽ നിന്നും, സെക്കൻഡ് നമ്പർ 9-ൽ നിന്നും, തേർഡ് നമ്പർ 9-ൽ നിന്നും അല്ലേ. അതേ മെത്തേഡ് തന്നെയാണ് 10ഉം 9ഉം എടുക്കുക. 10-ൽ നിന്ന് 8 പോയാൽ എത്രയാണ്, 2. 9-ൽ നിന്ന് 8 പോയാൽ 9-ൽ 8 പോയാൽ 9-ൽ നിന്ന് 8 പോയാൽ 1. 9-ൽ നിന്ന് 8 നമ്പേഴ്സ് എടുപ്പ് പോലെ, ബാക്കി എത്രയുള്ളത് 1 അല്ലേ ഉള്ളൂ. അപ്പോൾ 12, 12 ആണല്ലോ ആൻസർ. ഇതേ മെത്തേഡ് നമ്മൾ കടമെടുത്ത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യൽ അല്ലേ. ഇവിടെ 0-ൻ്റെ അടുത്ത് എന്താണ്, ഒന്നുമില്ല അല്ലേ. അപ്പോൾ തൊട്ടടുത്ത ആളെന്ന് കടം ചോദിക്കാൻ നോക്കുമ്പോൾ അയാളെടുത്ത് ഒന്നില്ല. അപ്പോൾ അടുത്ത ആളെന്ന് ഒന്ന് കടം ചോദിക്കും അല്ലേ. അപ്പോൾ ഈ 1 ഈ 0-ന് 1 കൊടുക്കുമ്പോൾ ഈ 1 പോയിട്ട് 0-ൻ്റെ അടുത്ത് പോയി നിൽക്കും അല്ലേ. അപ്പോൾ ഇത് 10 ആയി. പിന്നെ ഈ 10 എന്താണ്, ഇതിനൊന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ 1 പോയിട്ട് 0-ൻ്റെ അടുത്ത് പോയി നിൽക്കുക. അപ്പോൾ ഇതൊന്ന് കൊടുത്തപ്പോൾ ഇതെന്തായി, 9 ആയില്ലേ, 1 പോയി. അപ്പോൾ ഇത് 9 ആയി. അപ്പോൾ ഇത് 10 ആയി അല്ലേ. 10-ൽ നിന്ന് 8 പോയാൽ
2 9 നിന്ന് 8 പോയാൽ 1 സെയിം ആൻസർ തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മളെന്താണ് ഇവിടുന്ന് കടം ചോദിക്കും, കടം കൊടുക്കുമ്പോൾ ഇത് 10ഉം ഇത് 9ഉം ആവും. അതെന്താണ് അതെല്ലാത്തിലും അങ്ങനെ ആവും. അപ്പോൾ നമ്മൾ 2 ഡിജിറ്റ്, അതായത് 100 എന്നാണെങ്കിൽ 2 0 ഉള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇതന്നെ ആയിരിക്കും ഫസ്റ്റത്തെ നമ്പറിനെ 10ൽ നിന്നും രണ്ടാമത്തെ നമ്പറിനെ 9ൽ നിന്നും മൈനസ് ചെയ്യുക. ഇങ്ങനെ കടമെടുത്താലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതല്ലേ, രണ്ടും സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവുന്നവർക്ക് എന്താണ് 10ൽ നിന്നും 9ൽ നിന്നും മൈനസ് ചെയ്താൽ മതി. അനദർ എക്സാമ്പിൾ 100 മൈനസ് 75. 100ൽ നിന്നും 75 പോകണമെങ്കിൽ എന്ത് ചെയ്യണം അല്ലേ? ആദ്യം എന്താണ് നമുക്ക് കടമെടുക്കുന്ന മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. അതായത് 0ൽ നിന്ന് പോകില്ല, ഈ 0ൽ നിന്ന് നമുക്കൊന്നും 0ൽ നിന്ന് 7 പോകുമോ? ഇല്ല. അപ്പം നമ്മൾ ഈ 1നോട് കടം ചോദിക്കും അല്ലേ. നമ്മുടെ അടുത്തില്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ആളിന്ന് കടം ചോദിക്കും. അപ്പോൾ ഈ 1 പോയിട്ട് ഇവൻ്റെ അടുത്ത് പോയി നിൽക്കും അല്ലേ, 0ൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കും അല്ലേ. 1 ഇതിന് കടം കൊടുത്തു അല്ലേ, ഇനി എന്താണ് ബോറോ കൊടുത്തു അല്ലേ. ഇനി ഈ 10 എന്താണ് ഇവനൊന്ന് കൊടുക്കും. അപ്പോൾ ഈ 1 പോയിട്ട് ഈ 0ൻ്റെ അടുത്ത് പോയി നിൽക്കും. ഈ 10 1 കൊടുത്തില്ല, അപ്പോൾ ഈ 10 എന്തായി 9 ആയി അല്ലേ. അപ്പോൾ 10ൽ നിന്ന് 5 പോയാൽ 5, 9ൽ നിന്നും 7 പോയാൽ 2 അല്ലേ. അതേ മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ 100 ആണെങ്കിൽ എന്താണ് 2 സംഖ്യയാണ് മൈനസ് ചെയ്യാനുള്ളതെങ്കിൽ അല്ലേ, 2 ഡിജിറ്റാണ് 75 അല്ലേ. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ നമ്പറിനെ 10ൽ നിന്നും രണ്ടാമത്തെ നമ്പറിനെ 9ൽ നിന്നും മൈനസ് ചെയ്യുക. ഫസ്റ്റ് നമ്പറിനെ 10ൽ നിന്ന് മൈനസ് പോയാൽ 10ൽ നിന്ന് 5 പോയാൽ 5, 9ൽ നിന്ന് 7 പോയാൽ 2, 25 25 ആണ്. രണ്ടും സെയിം മെത്തേഡാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ബോറോ എടുക്കാൻ കൺഫ്യൂഷൻ ഉള്ളവർക്ക് അല്ലേ, ആദ്യത്തെ നമ്പറിനെ 10ൽ നിന്നും രണ്ടാമത്തെ നമ്പറിനെ 9ൽ നിന്നും മൈനസ് ചെയ്യാം അല്ലേ, കുറക്കാം അല്ലേ. ഇനി 3 നമ്പർ ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ നമ്പറിനെ 10ൽ നിന്നും രണ്ടാമത്തെയും മൂന്നാമത്തെ നമ്പറിന് 9ൽ നിന്നും മൈനസ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ 3ാം ക്ലാസ്സിലെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സബ്ജക്ട്സും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ ട്രിക്സും മെത്തേഡ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.